सूरदास द्वारा रचित पदों का सार। सूरदास के पदों में श्री कृष्ण के प्रति गहरा अनुराग प्रकट हुआ है। कृष्ण वृंदावन छोड़कर मथुरा चले गए हैं। गोपियां उनके वियोग में व्याकुल है। वे कृष्ण के मित्र उद्धव को प्रेम भरा उलाहना देती है। कभी कभी वे व्यंग्य करने लगती है। എന്താ പറയുന്നേ? सूर के पदों में श्री कृष्ण के प्रति गहरा अनुराग प्रकट हुआ है. എപ്പോഴും തന്നെ വളരെ ഗഹരമായിട്ടുള്ള, വളരെ ഗഹരം എന്ന് വെച്ചെന്താ, ഗഹര എന്ന് വെച്ചെന്താ, വളരെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള എന്താണ് ഒരു അനുരാഗ്. ഉള്ളിലേക്ക് ഇറങ്ങി അനുരാഗം എന്ന് പറഞ്ഞാൽ എന്താ? അനുരാഗം എന്ന് വെച്ചാൽ പ്രേമം, പ്രേമമായ ഭാവം. പ്രേമഭാവം വളരെ ഇതായിട്ട് സൂർദാസിന്റെ പദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണനോടുള്ള പ്രേമഭാവം എന്നാണ് പറഞ്ഞത്. सूरदास के पदों में श्री कृष्ण के प्रति गहरा अनुराग प्रकट हुआ है. കൃഷ്ണ വൃന്ദാവൻ ചോടുക്കർ മധുര ചലേ ഗയേ ഹെ. എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഏതാണ് അവസരം പറയുന്നത്? വൃന്ദാവൻ ചോടുക്കർ ജബ് കൃഷ്ണ മധുര ചലേ ഗയേ. ആ ഒരു ടൈമാണ് ഇവിടെ ഈ അദ്ദേഹത്തിന്റെ ഈ പദങ്ങളിൽ പറയുന്നത് അർത്ഥം. അപ്പം कृष्णा वृंदावन छोड़कर मथुरा चले गए हैं. गोपियां उनको वियोग में व्याकुल है. गोपियां രാധികമാര്, ഗോപികമാര്, രാധയല്ല, ഗോപികമാരുണ്ടല്ലോ, രാധയല്ല, എല്ലാ ഗോപികമാരും കൃഷ്ണന്റെ വിയോഗത്തിൽ വളരെ വ്യാകുല, മനസ്സ് വളരെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. वे कृष्ण के मित्र उद्धव को प्रेम भरा उलाहना देती है. कभी कभी वे व्यंग्य करने लगते हैं. ചില അദ്ദേഹത്തിന്റെ വിയോഗത്തില് തങ്ങളുടെ വ്യത എന്ന് വെച്ചാൽ വേദനകള് പല രീതിയിൽ പ്രകടിപ്പിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹലെ പദ്മേ ഗോപിയാം उद्धव से कहती है कि तुम बड़े सौभाग्यशाली हो जो प्रेम वेम के चक्कर में नहीं पड़े हो. तुमने कभी कृष्ण के प्रेम का स्वभाव नहीं चखा है. ये तो हम ही मूर्खी है जो उसके प्रेम में ऐसे लिपट गई है जैसे गूढ़ से ചീന്തി ലിപ്പട്ട് ജാത്തി ഹേ. എന്താ പറയുന്നത്? അപ്പൊ ഇത് ആരോടാണ് പറയുന്നത്? അപ്പൊ അതിൽ ഞാൻ പറയാൻ വിട്ടു. കൃഷ്ണയ്ക്ക് മിത്ര ഊദവ് എന്ന് പറയുന്ന കൃഷ്ണന്റെ മിത്ര സുഹൃത്തിനോടാണ് ഗോപികമാര് തങ്ങളുടെ വ്യത ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കൃഷ്ണനില്ലല്ലോ അവിടെ പറയാനായിട്ട്. അപ്പൊ കൃഷ്ണന്റെ ഫ്രണ്ടായിട്ടുള്ള ഊദവിനോടാണ് അവരുടെ ഗോപികമാര് തങ്ങളുടെ വ്യതകൾ പ്രകടിപ്പിക്കുന്നത്. അപ്പൊ എന്താ പറയുന്നത്? പ്രകടിപ്പിച്ചോണ്ട് ആദ്യത്തെ പദത്തിൽ എന്താണ് പറയുന്നത്? ഗോപിയാം ഊദവ്സെ കഹതി ഹെ. ഊദവിനോട് എന്താ പറയുന്നത്? കി തും ബഡേ സൗഭാഗ്യശാലി ഹോ. നീ വളരെ ഭാഗ്യമുള്ളവനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ജോ പ്രേമ വേമയ്ക്ക് ചക്കർമേ നഹി പടേ ഹോ. വെച്ചാല് അദ്ദേഹം അയാൾ ആണായിരിക്കും. ഊദവ് എന്ന് പറയുന്നത് ഒരു ആണാണ്. ആണിനോടല്ലോ പ്രേമം വരിക. അപ്പൊ ഞങ്ങളായിട്ടുള്ള ഈ ഗോപികമാര് പ്രേമത്തിൽ അകപ്പെട്ടു. എല്ലാവരും ആരുടെ പ്രേമത്തില്? കൃഷ്ണന്റെ പ്രേമത്തിൽ അകപ്പെട്ടു. നീ സൗഭാഗ്യവാനാണ്, ഭാഗ്യശാലിയാണ്. നീ പ്രേമത്തിലൊന്നും അകപ്പെടാതിരുന്നത്. എന്തായാലും ഞങ്ങൾ എത്ര പ്രേമത്തിൽ അകപ്പെട്ടെങ്കിലും ഞങ്ങളെ ഉപേക്ഷിച്ച് കൃഷ്ണൻ അങ്ങ് പോയില്ലേ? എവിടെ പോയി? മധുരയ്ക്ക് പോയി. അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ മനസ്സിലെ വ്യത നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഞങ്ങൾ എന്തോരം ബുദ്ധിമുട്ടുന്നു, മാനസികമായി ഞങ്ങൾ എന്തോരം സങ്കടപ്പെടുന്നു എന്ന് പറയാ. ഓ ദിവസം കഹത്തി ഹേ ഹമാരെ മനക്ക് ആസ് മനമേ ഹി രഹ് ഗയി ഹേ. എന്താണ്? അടുത്ത ലൈനിലേക്ക് കയറിപ്പോയി. कि तुम बड़े सौभाग्यशाली हो जो प्रेम वेम के चक्कर में नहीं पड़े हो. കൃഷ്ണന്റെ പ്രേമത്തിലൊന്നും നീ പെട്ടുപോയിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ ഭാഗ്യവാനാണ്. തുമ്നെ കബി
के प्रेम का സ്വഭാവ് നഹി ചഖാ ഹെ. എന്നുവെച്ചാല് ഒരിക്കൽ പോലും ചക്കാന്ന് വെച്ചാൽ രുചിച്ച് നോക്കേണ്ടി വന്നിട്ടില്ല. ജിസ് കബി കൃഷ്ണയ്ക്ക് പ്രേമ നിങ്ങൾക്ക് വെച്ചാല് ഉദ്ധവൻ ഒരിക്കലും കൃഷ്ണന്റെ പ്രേമഭാവത്തെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് അല്ലേ, നിങ്ങളുടെ പ്രേമമല്ലല്ലോ നിങ്ങളോടുള്ളത് അദ്ദേഹത്തിനും. ഞങ്ങളെയൊക്കെ വളരെ അദ്ദേഹത്തിന്റെ പ്രേമം എന്ന് പറയുന്ന സ്നേഹം എന്ന് പറയുന്ന ഒരെണ്ണത്തിൽ ഞങ്ങളെ അങ്ങ് ആകെ ബന്ധിപ്പിച്ച് അതിൽ ഞങ്ങൾ വീണുപോയി എന്ന് പറയണത്. തുമ്നെ കബി കൃഷ്ണയ്ക്ക് പ്രേമിക്ക സ്വഭാവം നഹി ചഖാ ഹെ. വെച്ചാല് അത് രുചിച്ചു നോക്കിയിട്ടില്ല, നിങ്ങൾക്ക് ആ ഒരു ഇതറിയില്ല. ഒന്ന് രുചിച്ചാൽ അതിനകത്ത് പെട്ടുപോകും. ഞങ്ങൾ അതിനകത്ത് പെട്ടുപോയ ആൾക്കാരാണെന്നാണ്. ഏ തോ ഹമി മൂർഖി ഹേ. ഞങ്ങളാണ് വിഡ്ഢികള്. ഞങ്ങൾ ഈ കാണുന്ന ഈ നിൽക്കുന്ന എല്ലാ ഗോപികമാരുമാണ് വിഡ്ഢികളായി ഞങ്ങളെ എല്ലാവരും വിഡ്ഢികളാക്കപ്പെട്ടിരിക്കുന്നു. ജോ ഉസ്കെ പ്രേമമേ ഏസേ ലിപ്പട്ട് ഗയേ. ഞങ്ങളെല്ലാവരും എങ്ങനെയാണ് കൃഷ്ണന്റെ പ്രേമത്തില് ഇങ്ങനെ ലേപ്പട്ട് ഗയെന്ന് വെച്ചാൽ എന്താ, അകപ്പെട്ടു. എങ്ങനെ അകപ്പെട്ടു? ജയ്സേ ഗൂഡ് സേ ചീറ്റി ലിപ്പിട്ട് ചാത്തി ഹേ. ഈ ശർക്കരയില് ഉറുമ്പ് പെട്ട പിന്നെ എന്ത് പറ്റും? പിന്നെ അവിടുന്ന് വിട്ടുപോരാൻ പറ്റത്തില്ല. ശർക്കരയിൽ തന്നെ പെട്ട അതിന്റെ ജീവൻ അവിടെ തീരും. അതുപോലെ ഞങ്ങളെല്ലാരും കൃഷ്ണനൊരു ശർക്കരയെ ഞങ്ങളെല്ലാം ഉറുമ്പുകളും. അതില് ആ രീതിയിൽ ഞങ്ങൾ അങ്ങ് അകപ്പെട്ടു പോയിരിക്കുകയാണ് ആ പ്രേമത്തില്. ദൂസരേ പദമേ രണ്ടാമത്തെ പദത്തിൽ എന്താണ് പറയുന്നത്? ഗോപിയാ കൃഷ്ണക്കോ നിഷ്ഠൂർ कहती हुई उद्धव से कहती है हमारे मन की आस मन में ही रह गई है. जिस कृष्ण के आने की प्रतीक्षा में हमारी सांसें अटकी हुई थी, वहीं से योग साधना का संदेश सुनकर हम बहुत निराश हो गई है. हमसे कृष्ण के वियोग में धैर्य नहीं रखा जाता. എന്താണ് സെക്കൻഡ് പദത്തിൽ എന്താണ് പറയുന്നത്? പദമേ ഗോപിയാൻ കൃഷ്ണയ്ക്ക് നിഷ്ഠൂർ കേത്തി ഹുയി. ചില ദുഷ്ടൻ കൃഷ്ണനൊരു ദുഷ്ടനാണെന്ന് പറഞ്ഞിട്ട് പറയാണ് ഗോപി. സങ്കടം സഹിക്കാൻ വയ്യാതെ വീണ്ടും വിലപിക്കുക എന്ന് പറയില്ലേ, ആ സങ്കടത്തെ ഇപ്പൊ പറഞ്ഞല്ലോ. കൃഷ്ണനില്ലാതെ അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അവരൊരു മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ്. ആ പ്രേമത്തില് അവരെല്ലാരും സാധാരണ ഒരാൾക്ക് പ്രേമം തോന്നും. ഇത് ഗോപികമാരെല്ലാരും കൃഷ്ണനുള്ള പ്രേമത്തില് മുഴുവനും കൂടെ പെട്ടുപോയൊക്കെയാണ്. അതുകൊണ്ട് ദുഷ്ടനാണ്, ഞങ്ങളെ വിട്ടിട്ട് അവൻ പോയില്ലേ എന്ന് പറയണത്. ഗോപിയാ കൃഷ്ണക്കോ നിഷ്ഠൂർ കത്തി. ഇഷ്ടമുള്ള ആരെങ്കിലും ദുഷ്ടാന്ന് വിളിക്കോ? എന്നിട്ടും പറയാണ് ഇട്ടിട്ട് പോയത് കൊണ്ട്. നിഷ്ഠൂർ കത്തി ഹുയി ഊദൗസെ കത്തി ഹേ. കൃഷ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയാണ് ഹമാരെ മനിക്ക് ആസ് മനമേ ഹി രഹുകയി. ഞങ്ങളുടെ മനസ്സിന്റെ ആ ദുഃഖം മനസ്സിൽ തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വീർപ്പ് മുട്ടുന്നു. നമ്മൾ പറയില്ലേ, അയ്യോ നെഞ്ച് വേദന എടുക്കുന്നു എന്ന് പറഞ്ഞോല്ലോ, ഞങ്ങൾ ഇപ്പൊ ചത്തുപോകുന്നുള്ള മട്ടില് ഞങ്ങൾ ഹമാരെ മനിക്ക് ആസ് മനമേഹി രഹുകയി. ആ ഒരു സങ്കടം ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ജിസ് കൃഷ്ണയ്ക്ക് ആനയ്ക്ക് പ്രതീക്ഷാമേ ഹമാരി സാസെ അടക്ക് ഹുയീതി. ഏതൊരു കൃഷ്ണന്റെ തിരിച്ചു വരവിലാണോ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ ശ്വാസം നിലനിൽക്കുന്നത്. ഹമാരി ശ്വാസം അടക്കു ഹുയീതി. അടക്കുമെന്ന് വെച്ചാല് അവിടെ നിലനിൽക്കുന്നത്. ആ കൃഷ്ണൻ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു വിശ്വാസം, അതിലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശ്വാസം നിലനിൽക്കുന്നത്. ആ നിലനിൽപ്പിനെ വഹി സേ योग साधना का संदेश सुनकर हम बहुत निराश हो गए. യോഗ സാധന വെച്ചാല് അദ്ദേഹം തിരിച്ചു വരത്തില്ല. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് അതിന്റെ സന്ദേശം ഞങ്ങൾ കേട്ടപ്പോഴത്തേക്കും എന്ത് പറ്റി? ഹം ബഹുത് നിരാശ ഹോ ഗയേ. ഞങ്ങൾക്ക് കൃഷ്ണനെ മതി, ഞങ്ങൾക്കല്ലാതെ വേറൊന്നും വേണ്ട. ഞങ്ങളുടെ ശ്വാസം പോലും നിലനിൽക്കുന്ന കൃഷ്ണൻ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ യോഗ സാധനയെ കുറിച്ചുള്ള സന്ദേശം ഞങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. അതല്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. സന്ദേശം സുനിക്കർ ഹം ബഹുത് നിരാശ ഹോ ഗയേ. അത് കേട്ടതോടെ ഞങ്ങൾ എല്ലാവരും വളരെ നിരാശരായി മാറിയിരിക്കുന്നു.
हमसे कृष्ण के वियोग में धैर्य नहीं रखा जाता. ഞങ്ങൾക്ക് കൃഷ്ണനില്ലാതെ ഞങ്ങൾക്ക് ഒന്നും മുന്നോട്ട് പോകത്തില്ല, ഞങ്ങൾക്ക് ധൈര്യമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. ധൈര്യം നഹി രക്കാ ജാത്ത. ധൈര്യം എന്ന് വെച്ചാൽ എന്താ? മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങളാകെ ഒന്നുമില്ലാതെ തീരുന്നു, ഞങ്ങൾ മരിക്കുന്നതിന് തുല്യം എന്ന് പറയുന്ന പോലെ. വിയോഗമേം, എന്താ കൃഷ്ണന്റെ വിയോഗത്തില് ധൈര്യം നഹി രക്കാ ജാത്ത. ഞങ്ങൾക്ക് അതില്ല, കൃഷ്ണനില്ല എന്നുള്ള ഒരു കാര്യം അത് ആലോചിക്കാൻ പോലും ഞങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളൊരു അവസ്ഥയാണ് ഞങ്ങളുടേത്. നഹി രക്കാ ജാത്ത. തീസരെ പദമേം ഗോപിയാം കഹത്തി ഹെ. ഇനി മൂന്നാമത്തെ പദത്തിൽ എന്താണ് ഗോപിയാം? ഇത് ആരോടാണ് ഈ പറയുന്നത്? ഊദ്ധവനോട്. ഊദ്ധവ് ആരാണ്? കൃഷ്ണന്റെ ഫ്രണ്ട്, മിത്ര. എന്താണ്? तीसरे पद में गोपियां कहती है कि कृष्ण उनके लिए वैसे ही जीवनाधार है जैसे कि हरिल पक्षी के मुंह में तिनका. वे दिन रात कन्हैया का नाम रटती रहती है. उन्हें योग का नाम कड़वी ककड़ी के समान कड़वा प्रतीत होता है. योग मार्ग तो उन्हीं के लिए ठीक है जिनके मन में कृष्ण के प्रति प्रेम नहीं होता. അപ്പൊ തീസരെ പദത്തിൽ എന്താണ് പറയുന്നത്? തീസരെ പദമേ ഗോപിയാം कहती है. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് कि कृष्ण उनके लिए वैसे ही ജീവനാധാർ എന്ന് വെച്ചാൽ അവരുടെ ജീവന്റെ ആധാരം എന്ന് പറയുന്നത് തന്നെ കൃഷ്ണനാണ് എന്ന് പറയുന്നു ഗോപികമാര്. കൃഷ്ണ ഉनके लिए वैसे ही जीवनाधार है जैसे कि हारिल पक्षी के मुंह में तिनका. എന്നുവെച്ചാല് ഈ ഹാരിൽ പക്ഷി എന്ന് പറയുന്നത് എന്താണ് പറയപ്പെടുന്നത്? അവര് ജമീനിലിരിക്കില്ല, നിലത്തിരിക്കത്തില്ല. അവരുടെ മൂഹില് ചില അവരുടെ ചുണ്ടില് പറക്കുമ്പോഴും പറന്നു നടക്കുമ്പോഴും അവരുടെ ചുണ്ടിലൊരു ചെറിയ സ്റ്റിക്ക് ഉണ്ടാവും. അതാണ് അവരുടെ നിലനിൽപ്പ്. അതിനകത്താണ് അവര് റെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാല് മൂഹിൽ ഇത് വെച്ചിട്ട് ചിറകുകളിൽ അത് ഒതുക്കിയിട്ട് പിന്നെ പറക്കുമ്പോഴത്തേക്കും മൂഹിലേക്ക് വയ്ക്കും. അല്ലെങ്കിൽ അവർ നിൽക്കുന്നത് ആ ചുള്ളിക്കമ്പ്, ഒരു ചുള്ളിക്കമ്പുണ്ടെങ്കിൽ അതിന്റെ പൊക്കത്താണ് അവരിയ്ക്കുന്നത്. അല്ലാതെ ജമീൻ നിലം ടച്ച് ചെയ്യില്ലാത്ത പക്ഷികള്. അപ്പൊ ആ തിനുക്ക, ആ ചുള്ളിക്കമ്പ് എന്ന് പറയുന്നത് അവർക്ക് എത്രത്തോളം നിലനിൽപ്പിന് ആവശ്യമാണ് ആ പക്ഷികൾക്ക്, ഹാരിൽ എന്ന് പറയുന്ന ആ പക്ഷിക്ക് അത്രത്തോളം ജീവനാധാരാണ് ആര്? കൃഷ്ണൻ എന്ന് പറയുന്നത്. കൃഷ്ണനില്ലാതെ ഗോപികമാർക്ക് ജീവിക്കുക എന്ന് തന്നെ അവർക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. അവർക്ക് സാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരോട്? കൃഷ്ണന്റെ ഫ്രണ്ടായിട്ടുള്ള ഊദ്ധവനോട് ഈ കംപ്ലൈൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണൻ തന്നെ തങ്ങളെ വിട്ടുപോയതിന്റെ പരാതികൾ. വേ ദിൻ രാത് കനയ്യ കാ നാം രടത്തി രഹത്തി ഹെ. എന്താണ് അവര് ഈ രടത്തി എന്ന് വെച്ചാൽ ഭജിക്കുക. അവര് ഓരോ ദിവസവും തള്ളി നീക്കുന്നത് എങ്ങനെയാണ്? ഓരോ ദിവസവും രാത്രിയും കനയ്യാക്ക കൃഷ്ണന്റെ നാമം ചൊല്ലിയാണ് രടത്തി ചില നാമം ചൊല്ലിയാണ് ഓരോ ദിവസവും അവർ കഴിച്ചെടുക്കുന്നത്. ഉനെ യോഗ കാ നാം കടുവി കക്കടിക്ക് സമാൻ കടുവ പ്രതീത് ഹോത്താ ഹെ. എന്താണ് പറയുന്നത്? അപ്പം അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹം ചെയ്യാനായിട്ട് പോയിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് ആ യോഗ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ, ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നേക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മം അദ്ദേഹം ചെയ്യാൻ പോയേക്കുന്ന ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഈ ഉന്നയം യോഗ കാ നാം, ഈ യോഗം, ഈ ഒരു അവസ്ഥ എന്ന് പറയുന്ന ഇത് എന്താണ്? കടുവി കക്കടിക്ക് സമാൻ. കടുവി എന്ന് വെച്ചാൽ കയ്പുള്ള കക്കടി എന്ന് വെച്ചാല് ചിലപ്പോ കാക്കടി ആയിരിക്കാം നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ ചിലപ്പോ പപ്പായ ആയിരിക്കും. പപ്പായം പോട്ടെ പാവയ്ക്ക, അതുപോലത്തെ കയ്പ് നിറഞ്ഞ ഒരു ഇതുപോലെയാണ് തോന്നുന്നത്. ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിനെ വിട്ടുപിരിയുക, അദ്ദേഹത്തിന്റെ ജോലി ചെയ്യാൻ പോകുമ്പോൾ, അദ്ദേഹത്തിന്റെ കർമ്മം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുമ്പോഴത്തേക്കും ഈ ഒരു അവസ്ഥ വന്നത്
ഞങ്ങൾക്ക് എന്താണ് കടുവി കക്കടി കെ സമാന കടുവ പ്രതീത് ഹോത്ത ഹെ. അത്രയ്ക്ക് കയ്പ് നിറഞ്ഞതായിട്ട് തോന്നുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനും കയ്പ് നിറഞ്ഞതായിട്ട് തോന്നുകയാണെന്ന്. योग मार्ग तो उन्हीं के लिए ठीक है जिनके मन में कृष्ण के प्रति प्रेम नहीं होता. എന്താണ് യോഗമാർഗം? യോഗമാർഗം എന്ന് വെച്ചാൽ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകൂ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് ഉന്നീക്കേലിയെ ടീക്ക് ഹെ. ആർക്കാണ് അതൊക്കെ നല്ലതായിട്ട് തോന്നുന്നത്? ജിനിക്കെ മനമേ കൃഷ്ണയ്ക്ക് പ്രതി പ്രേം നെയ് ഹോത്ത. കൃഷ്ണന്റെ പ്രതി കൃഷ്ണനോടുള്ള പ്രേമം ആർക്കില്ലയോ അവർക്കാണ് ഇതെല്ലാം കർമ്മ യോഗമാർഗിലേക്ക് അവരുടെ കർമ്മം നടത്തി അവർ മുന്നോട്ട് പോകൂ, ജീവിതം നയിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ പറ്റുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ആര് വേണം? കൃഷ്ണൻ ഞങ്ങളുടെ കൂടെ വേണം എന്നാണ് ഗോപികമാര് പറയുന്നത്. ചൗദേ പതിമേ ഗോപിയോം വ്യംഗ്യ കർത്തി ഹുയി കർത്തി ഹേ. വളരെ വ്യംഗ്യഭാഗത്തിലെ എന്നുവെച്ചാൽ ഒരു വിഷയത്തെ പറയാൻ വേണ്ടിയിട്ട് മറ്റൊരു വ്യംഗ്യഭാവന എന്ന് പറയില്ലേ, ആ ഭാവത്തിൽ ഇങ്ങനെ പറയുകയാണ്. എന്താ പറയുന്നത്? ലഗ്താ ഹെ കൃഷ്ണ ഹംസെ രാജനീതി ഖേൽ രഹേ ഹെ വേ ചതുർ ഹോ പഹലെ ഹി ദേ അബ് രാജനീതി കെ ദാവ് പേച്ച് ബി സീഖ് ഗയേ ഹെ. എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? കൃഷ്ണ ഹംസെ രാജനീതി ഖേൽ രഹേ. രാജനീതി എന്താ? രാജനീതി എന്ന് വെച്ചാൽ രാഷ്ട്രീയം. രാഷ്ട്രീയം നമ്മളിപ്പോൾ പറയുന്നു. ഒരു തരം രാഷ്ട്രീയ കളിയാണ് കൃഷ്ണൻ ഞങ്ങളോട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പ് കളിയാണ് ഞങ്ങളോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണ ഹംസ രാജനീതി ഖേൽ രഹേ ഹെ വേ ചതുർ ഹോ. അദ്ദേഹം ബുദ്ധിമാനാണ്. പെഹലേ ഹി ദേ. പണ്ടേ അദ്ദേഹം ബുദ്ധിമാനാണ്. അബ് രാജനീതിക്ക് ദാവ് പേച്ച് ബി സീഖ് ഗയേ ഹെ. ഇപ്പോഴോ അവിടെ ചെന്ന് രാജകൊട്ടാരത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ രാഷ്ട്രീയ രീതിയിലുള്ള ഈ പറ്റിക്കലും പഠിച്ചെടുത്തു കഴിഞ്ഞിരിക്കുന്നു. पहले ऐसे लोग राजनीति में होते थे जो जनता की भलाई हेतु भागे भागे फिरते थे. പണ്ടൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു പറയുന്ന ആൾക്കാർ എങ്ങനെയായിരുന്നു? ജനതാക്കി ബലായി കേലിയ, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് ഭാഗേ ഭാഗേ ഫിർത്തേത്, ജനങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അവര് ഓടി നടന്നിരുന്നത്. പരന്തു അബ് വേ നീതിവാൻ സ്വയം അന്യായ കർണേ ലഗേ ഹെ. വെച്ചാല് ഈ രാജനീതിയിലുള്ളത് ആ ഒരു അവസ്ഥയിലുണ്ടായിരിക്കുന്നവരൊക്കെ എന്താണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവര് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴോ അബത്തോ വേ നീതിവാൻ സ്വയം, ആ നീതിവാനാകേണ്ട ആ മനുഷ്യൻ തന്നെ അന്യായ കർണയിലേ എല്ലാവരോടും അന്യായം ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. വേ ഹമേ योग मार्ग अपनाने की बात कहकर हम पर अन्याय ही कर रहे हैं. നിങ്ങളുടെ കർമ്മം ചെയ്യൂ എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും വേ ഹമേ योग मार्ग अपनाने की बात कहकर हम पर अन्याय ही कर रहे हैं. ഞങ്ങളുടെ കർമ്മം ചെയ്യൂ, ഞങ്ങൾ മുന്നോട്ട് പോകൂ, ഞങ്ങളുടെ കർമ്മം ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു ഞങ്ങൾ ഉപദേശിക്കുമ്പോഴത്തേക്കും എന്താണ് ഇന്ന്? ഹം പർ അന്യായ കർ രഹേ, ഞങ്ങളോടാണ് അദ്ദേഹം അന്യായം ചെയ്യുന്നത്. कृष्ण का यह व्यवहार राजधर्म के विपरीत है. ഈ ഒരു വ്യവഹാരം, ഈ ഒരു രീതി പെരുമാറ്റം രാജധർമ്മത്തിന് വിപരീതം ആണ് ഗോപികമാര് കുറ്റപ്പെടുത്തുന്നു. सूरदास द्वारा रचित पदों का सार. सूरदास के पदों में श्री कृष्ण के प्रति गहरा अनुराग प्रकट हुआ है. कृष्ण वृंदावन छोड़कर मथुरा चले गए हैं. गोपियां उनके वियोग में व्याकुल है. वे कृष्ण के मित्र उद्धव को प्रेम भरा उलाहना देती है. कभी कभी वे व्यंग्य करने लगती है.